അപ്പോൾ ഇന്ന് ഇത്തിരി ഫൺ അല്ലാത്തൊരു കാര്യവും പറയാം. പൊതുവെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സിനിമയെ പറ്റി പറയാം. ഈ സിനിമ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഫണ്ണാണെങ്കിൽ ഇത് ഫിലോസഫിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം ഇത്തിരി ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ഈ സിനിമയ്ക്കകത്തുണ്ട്. 'ദ ബിഗ് ലെബോസ്കി' എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമ. ഈ സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കമൻറ്റിൽ ഒരാൾ ചോദിക്കാറുണ്ട് നൈലിസത്തെ പറ്റി പറയൂ, നൈലിസത്തെ പറ്റി പറയുമെന്ന്. അപ്പം നൈലിസത്തെ പറ്റി പൊതുവെ പറയാൻ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് സിനിമ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമയെ പറ്റി പറയാം. കാരണം ഈ സിനിമ വളരെ എൻ്റർടൈനിങ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് ഫിലോസഫികൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. 'ദ ബിഗ് ലെബോസ്കി' എന്ന് പറയുന്ന ഈ സിനിമയിൽ ആക്ച്വലി സംഭവിക്കുന്നത്, 'ദ ബിഗ് ലെബോസ്കി' എന്ന് പറയുന്ന മെയിൻ ടൈറ്റിൽ ക്യാരക്ടർ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിനൊരു ട്രോഫി ആയിട്ടുള്ളൊരു വൈഫുണ്ട്. അതായത് ട്രോഫി വൈഫ് എന്നൊക്കെ പറയും ഫോറിനർ. അതായത് വളരെ റിച്ച് ആയിട്ടുള്ള വയസ്സായ ഒരാൾ വളരെ യങ് ആയി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ഇതെൻ്റെ ഗേളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ട്രോഫി വൈഫ് എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ട്രോഫി വൈഫുണ്ട്. ഈ വൈഫ് ഒരുപാട് പേര് അതൊക്കെ കടമൊക്കെ മേടിച്ച്, അദ്ദേഹം പൈസ അവർക്ക് ഇഷ്ടം പോലെ ചിലവാക്കാൻ കൊടുക്കാതെ കൊണ്ട് ഒരുപാട് പേര് കടമൊക്കെ മേടിക്കുന്നുണ്ട്. ഈ കടം മേടിച്ച പൈസയൊക്കെ കാരണം പുള്ളിക്കാരി ഒരുപാട് ഈ ആൾക്കാരുമായിട്ടുള്ള ശത്രുതയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പൈസ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ നടപ്പുണ്ട്. അപ്പോൾ ഈ ബിഗ് ലെബോസ്കി ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ലെബോസ്കിയുടെ അതേ പേരുള്ള വേറൊരാളെ ഇവർ ആക്രമിക്കാൻ പോകുന്നതിനടുത്താണ് ഈ പടം തുടങ്ങുന്നത്. അവിടെ നിന്ന് പിന്നീട് വളരെ ഫണ്ണായിട്ടുള്ളൊരു പടമാണ്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള വളരെ ഫണ്ണായിട്ടുള്ളൊരു സിനിമയാണ് ഈ സിനിമ. അപ്പോൾ ഈ ബിഗ് ലെബോസ്കി എന്ന് പറഞ്ഞ സിനിമയിലെ ടൈറ്റിൽ ക്യാരക്ടർ ഈ പറയുന്ന റിച്ച് മാൻ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ പടം ഫോക്കസ് ചെയ്യുന്നത് ഡൂഡ് എന്ന് വിളിക്കുന്ന മറ്റൊരു ലെബോസ്കിയെയാണ്. രണ്ടുപേർക്ക് നെയിം സിമിലർ ആയതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പടത്തിൻ്റെ കഥ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഡൂഡ്, ഈ ലെബോസ്കി സ്വയം വിളിക്കുന്നത് ഡൂഡ് എന്നാണ്. അതായത് നമ്മുടെ ഈ ചെറുപ്പക്കാരനായ നായകൻ വിളിക്കുന്നത് ഡൂഡ് എന്നാണ്. എല്ലാവരും അയാളെ ഡൂഡ് എന്നാണ് വിളിക്കുന്നത്. അയാൾ മറ്റുള്ളവരെയും അയാൾ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പേര് ഡൂഡ് എന്നാണ്. കാൾ മീ ഡൂഡ് എന്നാണ് പുള്ളിക്കാരൻ എപ്പോഴും പറയുന്നത്. ദ ഡൂഡ് അബൈഡ്സ് എന്ന് പറയുന്ന ഒരു ടേം തന്നെ ആ സിനിമയിൽ ഭയങ്കര ഹൈറ്റൺ ചെയ്തു വരുന്നൊരു കാര്യമാണ്. എനിവേ, ഈ നൈലിസത്തെ പറ്റി ആദ്യം സംസാരിക്കാം. ഈ നൈലിസത്തെ പറ്റി സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിലെ പ്രധാനപ്പെട്ട 3 വില്ലന്മാരെന്ന് പറയുന്നത് നൈലിസ്റ്റുകളാണ്. അവർ നൈലിസം എന്ന് പറയുന്ന ഫിലോസഫി ഫോളോ ചെയ്യുന്നവരാണ്. എനിക്കൊന്ന് ഫ്രാൻസിസോ ഫെഡറസോ ജക്കോബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ നൈലിസം എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഈ നഹിൽ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വാക്കിന് നത്തിങ് എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കിനാണ് നൈലിസം എന്ന് പറഞ്ഞ നെയിം തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ പറയില്ല, നൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നത്തിങ് എന്നാണ്. അതിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഈ ടേംസിൽ എന്തായാലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത്, ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നത്തിങ്, അതായത് നൈലിസത്തിൻ്റെ ബേസിക് ഫിലോസഫി ഇത്രയേ ഉള്ളൂ: ബിലീവ് ഇൻ നത്തിങ്, ഒന്നിലും വിശ്വസിക്കാതിരിക്കുക. സിമ്പിൾ. അതിൽ വില്ലന്മാർ ലെബോസ്കിയെ പണത്തിന് വേണ്ടി ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, വി ബിലീവ് ഇൻ നത്തിങ് ലെബോസ്കി, വി ബിലീവ് ഇൻ നത്തിങ്. അങ്ങനെയാണ് അവർ നൈലിസ്റ്റുകളാണെന്ന് ലെബോസ്കി തിരിച്ചറിയുന്നത്. എനിവേ, ഈ നൈലിസ്റ്റുകൾ വി ബിലീവ് ഇൻ നത്തിങ് എന്നുള്ളത് ഒന്നിലും വിശ്വസിക്കാത്ത ഒരു ഐഡിയോളജി, അതാണ് നത്തിങ്. അതായത് ഒന്നും സത്യമല്ല, ഒന്നിലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഫിലോസഫിയാണ് ഈ നൈലിസം എന്ന് പറയുന്ന ഫിലോസഫി. ഈ നൈലിസം ഇതിൽ വില്ലന്മാരായിട്ടാണ് കാണിച്ചിരുന്നത്. കാരണം നൈലിസം എന്ന് പറഞ്ഞ ഫിലോസഫിക്ക് ഒരുപാട് നെഗറ്റീവ് ആസ്പെക്റ്റുകളുണ്ട്. ഈ ഫിലോസഫി മെയിൻ സ്ട്രീം ഫിലോസഫിയിൽ തന്നെ പല ആളുകളും ഒരു നല്ല ഫിലോസഫിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം ഒന്നിനും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഒന്നിനും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന അവരുടെ ഫിലോസഫിയിൽ വിശ്വസിക്കേണ്ടി വരുന്നു. അപ്പോൾ തന്നെ നൈലിസം പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം അവരുടെ ഫിലോസഫി അപ്പോഴേ ബ്രേക്കായി. ഈ നൈലിസ്റ്റായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ വാ തുറക്കാൻ പറ്റില്ല. കാരണം അയാൾ എന്ത് പറയുന്നതും അയാൾ പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി പോകും. അപ്പം വി ബിലീവ് ഇൻ നത്തിങ്, നമ്മളൊന്നിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ലാതായി. അതുകൊണ്ട് നൈലിസം വളരെ പോപ്പുലാരിറ്റി ലഭിച്ച ഒരു വലിയ കൺസെപ്റ്റ് ആയിരുന്നില്ല. എനിവേ, ഞാനിത് ഫണ്ണാക്കി പറയാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ സിനിമ എടുത്തതിനകത്തിട്ടത്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് പറയാൻ ഡൂഡിനെ പറ്റിയാണ്, സിനിമയിലെ നായകനെ പറ്റിയാണ്. ഈ സിനിമയിലെ നായകൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാനൊരു പാസിഫിസ്റ്റ് ആണെന്നാണ്. പാസിഫിസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നൈലിസം പോലെ തന്നെ മറ്റൊരു ഫിലോസഫിയാണത്. എനിക്ക് തോന്നുന്നു ഈ 1970കളുടെ അവസാനവും 80ലും അമേരിക്കയിലുണ്ടായ ഹിപ്പി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാസിഫിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് ഉണ്ടാകുന്നത്. ഈ യുദ്ധത്തിനും ഒക്കെ എതിരായിട്ട്, യുദ്ധത്തിനും മറ്റേ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ എതിരായിട്ട് വരുന്ന, വയലൻസിനെതിരായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ഫിലോസഫി.
എല്ലാം പ്രണയത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കാണണമെന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്ന് തന്നെ പറയാം. അന്ന് ബുദ്ധിസത്തിനൊക്കെ അവിടെ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഈ ഇന്ത്യയിലേക്ക് ഒരുപാട് സായിപ്പന്മാർ ഭക്തിമാർഗം തേടി വന്ന ഒരു കാലഘട്ടമാണ് ഈ 80s. ആ 80siൽ അവിടെ ഉണ്ടായ മൂവ്മെൻറ്റ്സ്, ഹിപ്പി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാസിഫിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊരു പാസിഫിസ്റ്റാണ് നമ്മുടെ നായകൻ ഡൂഡ്. പാസിഫിസം നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു നല്ല സുഖമുള്ളൊരു കൺസെപ്റ്റായിട്ട് തോന്നുന്നു. അതായത് യുദ്ധത്തിനും വയലൻസിനും എതിരാണ്, നമുക്ക് സ്നേഹം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ്. എനിക്ക് പാസിഫിസം എന്ന് പറയുന്നതും ഒരു കെട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ എന്ത് ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കാൻ പോയാലും അല്ലെങ്കിൽ ഐഡിയോളജി നടപ്പിലാക്കാൻ പോയാലും അത് നമ്മളെ പിടിച്ചൊരു കൊളുത്തിലേക്ക് ഇടും. നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം. നമുക്ക് എപ്പോഴും എല്ലാത്തിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് വയലൻസിനും വാറിനും നമ്മളെതിരാണ്, നമ്മൾ വയലൻസിനും വളരെ എതിരാണ്. പക്ഷേ അത് പ്രാക്ടിക്കലാണോ? എത്ര പേര് ആലോചിക്കുന്നു? നീ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആവട്ടെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഞാൻ പാസിഫിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ വയലൻസ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ സാധിക്കും? തീർച്ചയായും സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്താലേ സാധിക്കുകയുള്ളൂ. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ബോധമുണ്ട്. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കണം. അപ്പം നമ്മൾ പാസിഫിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വയലൻസിനായിട്ട് റിസോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വലിയ ഫലം ഉണ്ടാവും, അതിന് വിപരീത ഫലം. ഞാനിപ്പോൾ എന്നിട്ട് ഞാൻ ഡൂഡിനെ വളരെ അഡ്മയർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അതിൻ്റെ കാരണം ഡൂഡ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു പാസിഫിസ്റ്റ് അല്ല. പാസിഫിസ്റ്റ് ആണെന്ന് ഡൂഡ് സ്വയം സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും ഡൂഡ് ശരിക്കും പറഞ്ഞാൽ ഒരു സെൻ മാസ്റ്ററാണ്. അതായത് സെൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ പാത്ത് ഫോളോ ചെയ്യുന്ന ആളായിട്ടാണ് ഡൂഡിനെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡൂഡിൻ്റെ ലൈഫ് നമുക്ക് ആ സിനിമയിൽ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൂഡ് ഒന്നിലും കടിച്ചു പോയി കിടക്കുന്ന ആളല്ല. വി ബിലീവ് ഇൻ നത്തിങ് എന്ന് നയലിസ്റ്റുകൾ പറയുന്നെങ്കിലും ദേ ബിലീവ് ദാറ്റ് ദേ ബിലീവ് ഇൻ നത്തിങ്. അവരൊന്നിലും വിശ്വസിക്കുന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവരുടെ ഐഡിയോളജി പോയി. പക്ഷേ ഡൂഡിന് അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല. ഡൂഡ് ഒന്നിലും കടിച്ചു പോയി കിടക്കുന്നില്ല. ഡൂഡ് വളരെ ഫ്ലെക്സിബിളാണ്, വളരെ ഓപ്പണാണ്. ഡൂഡ് ഒന്നും എടുത്ത് തലയിൽ വെക്കാൻ കഴിയാവുന്നില്ല. ഈ ലൈഫിൽ ഡൂഡിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ ഡൂഡിനെ ഈ വില്ലന്മാരെ പിടിച്ചുകൊണ്ടുപോയി ക്ലോസറ്റിൽ, അതായത് യൂറോപ്യൻ ക്ലോസറ്റിൽ ഡൂഡിൻ്റെ തല വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷവും ഡൂഡ് വളരെ ഹാപ്പിയായി ചില്ലായി അവരോട് സംസാരിക്കുകയാണ്. ഉദാഹരണം ഞാൻ പറയാം. ഡൂഡിനെ തല പിടിച്ചവർ ക്ലോസറ്റിൽ മുക്കി വെച്ചിട്ട് അവർ ഡൂഡിനോട് ചോദിക്കുകയാണ്, വേർ ഈസ് ദ മണി, പൈസ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ലബോസ്കി നിൻ്റെ കയ്യിലുള്ള പൈസ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മുക്കി വെച്ച് കുറേ നേരം അവർ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ അദ്ദേഹത്തെ പൊക്കി എടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണ് പൈസ എവിടെയെന്ന്. അപ്പോൾ ഡൂഡ് പറയുന്നത്, ഞാൻ വൃത്തിയായിട്ട് കണ്ടില്ല, എന്നെ ഒന്നും കൂടെ ക്ലോസറ്റിനകത്ത് മുക്കി നോക്കി, ഞാൻ നല്ലപോലെ ഒന്നുകൂടെ നോക്കാം എന്നാണ് പുള്ളി പറയുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഡൂഡ് ആ സിനിമയിൽ മൊത്തം ഫോളോ ചെയ്യുന്നത്. ഡൂഡ് ഒന്നിലും കൺസേൺഡ് അല്ല. ഡൂഡ് നാളെപ്പറ്റി ചിന്തിക്കാറില്ല, ഇന്നലെപ്പറ്റി ഓർത്ത് വിഷമിക്കാറില്ല. ഡൂഡ് ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ഡൂഡിൻ്റെ ആക്ഷൻസ് എല്ലാം സ്പോണ്ടേനിയസ് ആണ്. ഡൂഡ് തന്നെ അതിൽ പറയുന്നുണ്ട്, ഡൂഡ് അബൈഡ്സ്, ഡൂഡ് അബൈഡ് ചെയ്യാണ്. ഡൂഡ് ഇപ്പോൾ ഇങ്ങനെ, അങ്ങനെയാണ് ഡൂഡിൻ്റെ ഒരു ലൈഫ് പോകുന്നത്. അതുകൊണ്ട് ഡൂഡിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ആ സിനിമ നിങ്ങളെല്ലാവരും കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ആ സിനിമ വളരെ മികച്ച ട്വിസ്റ്റൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതൊരു കോമഡി സിനിമയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മനുഷ്യൻ്റെ പല കൺസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നൈലിസം, പാസിഫിസം, അതുപോലെ പല പല ഇത് ഫിലോസഫികൾ വച്ചുകൊണ്ട്, ഇപ്പോൾ ക്യാപിറ്റലിസം തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ ദ ബിഗ് ലബോസ്കി എന്ന് പറയുന്ന ആ ഒരു പണക്കാരനായ വയസ്സായ മനുഷ്യൻ. അപ്പോൾ പല പല ഫിലോസഫികളിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യരുടെ അവസ്ഥകൾ കോമഡി മുഖേന കാണിക്കുന്നൊരു സിനിമയാണ് ഈ ബിഗ് ലബോസ്കി. എനിക്ക് കോൻ ബ്രദേഴ്സാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആരാണ് സ്ക്രിപ്റ്റ് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. എനിവേ, ഈ സിനിമയ്ക്ക് നമ്മുടെ സൊസൈറ്റിയുമായിട്ടൊരു ബന്ധമുണ്ട്. എന്നാൽ നമുക്കൊരു കോമഡിയോടുകൂടി സൊസൈറ്റി നോക്കിക്കാണാൻ സാധിക്കും സിനിമയിൽ. അതുപോലെ തന്നെ ഡൂഡിൻ്റെ ലൈഫ്, ഡൂഡിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ഡൂഡ് ആ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഡൂഡ് എന്താ പറയുക, എല്ലാത്തിനും നമ്മൾ ഈ സോക്ജൻ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് പ്രാക്ടീസിൽ കൺസെപ്റ്റുകളെ വെട്ടിപ്പോണമെന്ന് പറയും, കട്ട് ത്രൂ എന്ന് പറയും. അതുപോലെ ഡൂഡ് എല്ലാത്തിലും ഇങ്ങനെ കട്ട് ത്രൂ ആണ് ചെയ്യുന്നത്. പക്ഷേ ഡൂഡ് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി അല്ല കട്ട് ത്രൂ ചെയ്യുന്നത്. ഡൂഡ് ലൈഫിലൂടെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൂഡിൻ്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് ഒരു ഈസിനെസ് ഫീൽ ചെയ്യും. ഒരു സ്വാഭാവികമായ ജീവിതം ജീവിക്കുന്ന ഒരു യഥാർത്ഥ ശുദ്ധബോധം അറിഞ്ഞ ഒരു ഗുരുവിനെ കാണുമ്പോൾ നമുക്കൊരു സ്വാഭാവികത സംഭവിക്കുമല്ലോ. അത് ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡൂഡ് ഈ ജീവിതത്തിൽ ഇങ്ങനെ അബൈഡ് ചെയ്യുകയാണ്. ദ ഡൂഡ് അബൈഡ്സ്. സോ പറ്റിയാൽ സിനിമ കാണുക. താങ്ക് യു.